ഓരോ യാത്രയും അറിവിൻ്റെ ലോകത്തേക്കാണ്, ആശയങ്ങളുടെ ലോകത്തേക്കാണ്, ബന്ധങ്ങളുടെ ഊട്ടിയുറപ്പിക്കലുകളുടെ ലോകത്തേക്കാണ് നമ്മെ കൊണ്ടുപോവുക. ഇന്ന് നമ്മൾ പോകുന്നത് വീണ്ടും സഹ്യൻ്റെ താഴ്വാരത്തേക്ക് തന്നെയാണ്. 10-25 വർഷം മുമ്പ് ഒരു വേനൽക്കാലത്ത് ക്ലാസ് കട്ട് ചെയ്ത് ഞാനും ചന്തുവും പോയ അതേ വനം കാണാൻ വീണ്ടും. അന്ന് അവൻ കൊണ്ടുവന്ന പപ്പായത്തോരനും വെള്ളച്ചോറും വിശന്നു തളർന്നപ്പോൾ ഒരു മരച്ചോട്ടിലിരുന്ന് വാരി വലിച്ച് ഞങ്ങൾ കഴിച്ച ഓർമ്മ വീണ്ടും മെനഞ്ഞെടുക്കുവാൻ. പ്രകൃതി ഒരു പ്രേമകാവ്യം പോലെ. എൻ്റെ കാൽപ്പനിക കൗമാരത്തിലെ അതേ സുന്ദരി, കുളിച്ചീറനുടുത്ത് ഋതുമതിയായ ആ പെണ്ണ് എൻ്റെ കാഴ്ചയുടെ മടിത്തട്ടിലേക്ക് വീണ്ടും വന്ന പോലെ. ഇളം കാറ്റിനും കുളിര്, ഇളം വെയിലിനും കുളിര്. സ്വപ്നങ്ങൾ നെയ്യുന്നവരുടെ തറിത്താളം പോലെ ഇടയ്ക്കിടെ മുഴങ്ങുന്ന വാനിലെ ഇടിശബ്ദം. മഴയെ പെയ്യാതിരി, നിന്റെ രാഗമേലായ്പിനെ നീ നെഞ്ചോട് ചേർക്കുക. ഇന്ന് ഞാൻ മാത്രം സല്ലപിക്കട്ടെ ഈ കാലത്തോട്, ഈ കാട്ടിനോട്. സഖ്യപുത്രികളായ നദികളുടെ സംഗമവേദി ഒരുങ്ങി. ഇത് പേപ്പാറ, പേപ്പാറ ഡാം. നിങ്ങൾ മുൻപ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി വന്നാലായി. പക്ഷെ നിങ്ങൾ എന്നോടൊപ്പം നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. എന്തെന്നറിയോ, ഞാൻ പോകുന്നത് കാടിൻ്റെ സിരകളിലേക്കാണ്. അലിഞ്ഞ് ഒഴുകും പോലെ ഒരു യാത്രയാണ്. കല്ലറിയാതെ മുള്ളറിയാതെ ഒരു സ്വപ്നാടനം പോലെ. കാഴ്ചകൾ വർണ്ണിക്കപ്പെടേണ്ടതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ്വദിക്കപ്പെടേണ്ടതാണ്. അതും ഒരു ഏകാഗ്രമായ തപസ്സു പോലെ. ഇതൊരു സ്വർഗമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നോക്കൂ, ജലത്തിൻ്റെ സ്വച്ഛന്തമായ ഗാനാലാപം നിങ്ങൾ ശ്രവിക്കുന്നുവോ? ഇവിടെ വച്ച് ഞാൻ ചിലരെ പരിചയപ്പെട്ടു കേട്ടോ. അവർ അവരുടെ നാട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. അവർക്ക് കാട്ടിനുള്ളിലെ കാട്ടുമക്കളുടെ ഒരു ഊര് അറിയാമത്രേ. അവിടെ അവർ സാഫ്രോണിനെ ക്ഷണിച്ചു. കാട്ടുചോലയിൽ നീരാടാൻ. പുഴമീനിനെ പിടിച്ച് ചുട്ടുതരാത്രേ. കാന്താരി ചമ്മന്തിയും കപ്പയും തരാത്രേ. ഒപ്പം പ്രകൃതിയുടെ താളത്തിൽ ജീവിച്ചു പോകുന്ന കുറച്ച് കാട്ടുമക്കളുടെ ജീവിതം പറഞ്ഞു തരാത്രേ. നമുക്കൊരു ദിവസം പോകാമോ? വരുന്ന ക്രിസ്മസിന്. നോക്കൂ, മുളപാടുമീണം. എന്ത് രസമല്ലേ? ഹായ് തന്നവർ, സ്നേഹം തന്നവർ, കൂടെ നടന്നവർ, ഒപ്പം കൂടിയവർ എല്ലോർക്കും സാഫ്രോണിൻ്റെ അകമഴിഞ്ഞ നന്ദി മാത്രം. രശ്മി
തിരികെ നടക്കാം. കാഴ്ചകൾ തുടങ്ങുന്നേയുള്ളൂ. നേരറിവിൻ്റെ യാത്രകൾ ആരംഭിക്കുന്നേയുള്ളൂ. മഴ പെയ്യും മുന്നേ, ആനത്താരയിൽ ആനകൾ വരും മുന്നേ നമുക്ക് കാടു താണ്ടാം. സാഫ്രോണിൻ്റെ ഹൃദയസ്പന്ദനം അക്ഷരമായി ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, നിങ്ങൾ ഓരോരുത്തർക്കും കൂടെ കൂടിയതിന് നന്ദി. ഈ സ്നേഹം അമൂല്യമാണ്. കാത്തിരിപ്പിനും കൈകോർക്കലിനും നന്ദി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, സാഫ്രോൺ.